ചില സിറ്റുവേഷനിൽ ഞാനിങ്ങനെ വളരെ അതിശയിപ്പിക്കുന്ന ചില രംഗങ്ങൾ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഹൃദ്രോഗം വരില്ല എന്ന് പറഞ്ഞ് ചില ടെക്നിക്സ് പഠിപ്പിച്ച് നടന്ന ചില ആൾക്കാർ പിന്നീടൊരു ഘട്ടത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മാനസിക രോഗങ്ങൾ വരില്ല എന്ന് പറഞ്ഞ് ചില സ്പിരിച്വൽ പ്രാക്ടീസുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ തന്നെ ഭീകരമായ മാനസിക രോഗങ്ങൾക്ക് പിന്നീട് സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ സദ്ഗുണപാഠങ്ങളും സദാചാരങ്ങളും പഠിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ദുർഗുണങ്ങൾ കാണിച്ചിട്ട് കേസിലായിപ്പോയത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പലപ്പോഴും പല രംഗങ്ങളും കാണുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ സംസാരിക്കാൻ വളരെ രസകരമാണ്. ആർക്കും ഇതൊക്കെ പ്രസംഗിക്കാൻ ഭയങ്കര രസമായിരിക്കും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നിറയെ ഫോളോവേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക്. ബട്ട് ഇത്തരം കാര്യങ്ങൾ എപ്പോഴും എല്ലായിടത്തും അങ്ങനെ പ്രാക്ടിക്കൽ ആവണമെന്നില്ല. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വീമ്പിളക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. നമ്മളുടെ ഭാവി എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്നേക്കുമായിട്ടുള്ള വലിയ സെൻറ്റൻസുകളൊന്നും എടുത്ത് എറിഞ്ഞു വിടരുത് സമൂഹത്തിലേക്ക്. പിന്നീട് അതിൻ്റെ മാനം പോകും. കാരണം ഇപ്പം നമ്മളിങ്ങനെയാണ്, അത്രയും നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പം നമ്മൾ ചില പ്രാക്ടീസ് ചെയ്ത് ആരോഗ്യം കൊണ്ടു നടക്കുന്നുണ്ടാവും, ചില പ്രാക്ടീസ് ചെയ്ത് മാനസിക സന്തുലനം കൊണ്ടു നടക്കുന്നുണ്ടാവും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെയാണ്. അടുത്ത പോയിന്റ്, നമ്മൾക്ക് അതങ്ങനെയാണ്. അതെല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഓക്കെ, അത് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അത്രയൊക്കെ അതിൻ്റെ മേലെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 1000 പനിയുള്ള രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് ഞാനെങ്കിലും എനിക്കും പനി വരാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതായത് പല കാരണം കൊണ്ടാണ് ഒരു മനുഷ്യന് ഈ മാനസികമോ ശാരീരികമായ അസുഖങ്ങൾ വരുന്നത്. ഇതിനെ ബേസിക്കലി നമുക്ക് ഡിസോർഡർ എന്ന് വിളിക്കാം. ശാരീരികമായ അസുഖം വന്നാലും മാനസികമായ അസുഖം വന്നാലും അതിൻ്റെ പേര് ഡിസോർഡർ എന്നാണ്. മലയാളത്തിൽ ഇതിനുള്ള പേര് അസുഖം എന്നാണ്. നമ്മൾ പൊതുവെ വിളിക്കുക അതാണ്, അസുഖം. സുഖം എന്ന് പറഞ്ഞാൽ സുഖം ഇല്ലാത്ത അവസ്ഥ. മനസ്സിന് സുഖം ഇല്ലാത്ത അവസ്ഥ മാനസിക അസുഖം. ശരീരത്തിന് സുഖം ഇല്ലാത്ത അവസ്ഥ ശാരീരിക അസുഖം. അപ്പോൾ സുഖം എന്നുള്ളത് എന്താണ്? അവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖം എന്നുള്ളതിൻ്റെ പ്രിവെൻഷൻ ചെയ്യാൻ പറ്റും. ഭാവിയിൽ നമുക്ക് ആർക്കും പരമാവധി നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഡിസോർഡേഴ്സ്, അസുഖങ്ങൾ വരാതിരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ, നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന മാക്സിമം എന്നുള്ളതിൻ്റെ ഒരു ചിന്തനമാണത്. ഇതൊരിക്കലും രോഗം വരാതെ ജീവിക്കും, ഇനി നിങ്ങൾ ആശുപത്രി പോകേണ്ട ആവശ്യമില്ല, അങ്ങനെയൊന്നും ഉള്ള വീമ്പിളക്കലല്ല. പക്ഷേ ഒരു പോസിബിലിറ്റി അത് ഇത്രയേ ഉള്ളൂ. ഡിസോർഡറിൽ നിന്നും ഓർഡറിലേക്ക് നമ്മൾ കൊണ്ടുവരിക. ഒരു മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ഓർഡറിൽ ജീവിക്കാൻ പഠിച്ചൊരു ജീവിയാണ് മനുഷ്യൻ. പക്ഷെ എല്ലാ മനുഷ്യരും എല്ലാ കാര്യങ്ങളെയും ഓർഡറാക്കാൻ ശ്രമിക്കണമെന്നില്ല. മനുഷ്യൻ ശരിക്കും ഓർഡറാക്കാൻ പഠിച്ചിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭക്ഷണം കഴിക്കുന്ന ടൈം നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ജീവി മനുഷ്യനാണ്. ക്ലോക്ക് നോക്കി ഫുഡ് കഴിക്കുന്ന ഒരു ജീവി ഈ ലോകത്തിലില്ല. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ജീവികളാണ് ലോകത്തിലുള്ളത്. എന്നാൽ മനുഷ്യന് ടൈമുണ്ട്. പ്രത്യേകിച്ച് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് എന്ന് പറയുന്ന ടൈമിൽ തന്നെ അത് കഴിച്ചോളണം. കൃത്യമായിട്ട് നമ്മൾ ഒരു ടൈമിൽ ഭക്ഷണം കഴിക്കുന്നവരായി മാറി. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റും ഒരു ടൈമിൽ വിസർജിക്കുന്നവരായി മാറിയിട്ടുണ്ട്. ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്കെഡ്യൂൾഡായിട്ട് നമ്മൾ വിസർജനങ്ങൾ ചെയ്യുന്ന പ്ലാനും ഉണ്ടായിട്ടുണ്ട്. കണ്ടിടത്തൊക്കെ കാഷ്ടിച്ച് കിടക്കുന്ന ജീവികളെ പോലെ അല്ലല്ലോ നമ്മൾ, ടൈം ഇല്ലാത്തവരും അല്ല. ഇതൊക്കെ നമ്മളുടെ ജീവിതം, മനുഷ്യ ജീവിതം കുറച്ചുകൂടി ഒരു കോംപ്ലക്സ് സിസ്റ്റത്തിലായതുകൊണ്ട് നമ്മൾക്കത് ഓർഡർ ആക്കേണ്ടി വന്നതാണ്. വാസ്തവത്തിൽ നമ്മൾ നാച്ചുറലായിട്ട് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. ഈ നാച്ചുറലായിട്ട് ജീവിക്കുവാൻ പഠിപ്പിക്കുന്ന ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ വെള്ളം കുടിക്കാനൊന്നും പാടില്ല കേട്ടോ. വെറുതെ വെള്ളം കുടിക്കരുത്. നിങ്ങൾക്ക് ദാഹം ഉണ്ടെങ്കിൽ കുടിച്ചാൽ മതി. അതുപോലെ വെറുതെ ഭക്ഷണം ഒന്നും ഉച്ചയ്ക്കും രാവിലെയും വൈകുന്നേരം കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വിശക്കുണ്ടെങ്കിൽ കഴിച്ചാൽ മതി. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങിയാൽ മതി. നല്ല ഉപദേശം, നാച്ചുറലായിട്ടുള്ള ഉപദേശമാണത്. നാച്ചുറലായിട്ട് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവി ദാഹിക്കുണ്ടെങ്കിലാണ് കുടിക്കേണ്ടത്, വിശക്കുണ്ടെങ്കിലാണ് കഴിക്കേണ്ടത്, ഉറക്കം വരുന്നുണ്ടെങ്കിലാണ് ഉറങ്ങേണ്ടത്. നാച്ചുറലായിട്ട് അത് അങ്ങനെയാണ്. പക്ഷേ ഇവിടുത്തെ പോയിൻ്റ് എന്താണെന്നറിയോ? നമ്മൾ നാച്ചുറൽ അല്ലാതെ ജീവിച്ചുകൊണ്ടാണ് ഈ ജീവനോടെ ഇരിക്കുന്നത്. മനുഷ്യൻ എന്ന ജീവി ആൻറ്റി നാച്ചുറലായി ജീവിക്കാൻ പഠിച്ചതുകൊണ്ടാണ് സർവൈവ് ചെയ്തത്. നമ്മൾ നാച്ചുറലായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സർവൈവ് ചെയ്യില്ല. മൃഗങ്ങളും അങ്ങനെ തന്നെയാണ്. മൃഗങ്ങളുടെ ആയുസ് നിങ്ങൾ എവിടെയെങ്കിലും ഒരു മൃഗങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനോടോ ഡോക്ടറോടോ
വന്യമൃഗങ്ങളുടെ ആയുസ്സിനെ കുറിച്ച് ചോദിച്ചു നോക്കുക, അവർ 2 ആയുസ് പറയും. വന്യതയിൽ അവയുടെ ആയുസ് 14 വർഷമാണ്, സംരക്ഷണത്തിൽ അവരുടെ ആയുസ് 20 വർഷമാണ്. വന്യതയിൽ അവരുടെ ആയുസ് 40 വർഷമാണ്, സംരക്ഷണത്തിൽ അവരുടെ ആയുസ് 60 വർഷമാണ്. ഇങ്ങനെയൊക്കെയാണ് അവർ പറയുക. അപ്പോൾ വന്യതയിൽ ഒരു ചെറിയ ആയുസ്സും സംരക്ഷണത്തിൽ ഒരു വലിയ ആയുസ്സും അവർ പറയും. അപ്പോൾ ഈ സംരക്ഷണത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ? സംരക്ഷണത്തിൽ ഒരു ജീവി ജീവിക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? വന്യതയിൽ പട്ടിണി കിടന്ന് മരിക്കാൻ സാധ്യതയുണ്ട്, അല്ലേ? വനത്തിൽ ജീവിക്കുന്ന ഒരു ജീവിക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവൈലബിലിറ്റി ഇല്ലാതെ ആയാലോ കാട്ടിൽ, ചിലപ്പോൾ വേനൽക്കാലത്ത് പൊയ്കകളും മറ്റും വരണ്ടു പോയിട്ട് വെള്ളം കിട്ടാതെ ആയാലോ, അപ്പോൾ ഭക്ഷണം കിട്ടാതെ മരിക്കാൻ സാധ്യതയില്ലേ? ഒരു സാധ്യതയാണ്. പ്രൊഡക്റ്റേഴ്സിൻ്റെ കയ്യിൽ പെടുന്നത് മറ്റൊരു സാധ്യത, ഭക്ഷണം കിട്ടാതെ മരിക്കുന്നത് മറ്റൊരു സാധ്യത. അതിനേക്കാൾ ഒരു രസകരമായ സാധ്യത പറയട്ടെ, ഭക്ഷണം അമിതമായി കഴിച്ചിട്ട് മരിക്കുന്നത്. ഈ ജീവികൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് കൺട്രോളില്ല, അവർ കിട്ടിക്കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടേയിരിക്കും. മൃഗങ്ങൾക്കെല്ലാം അളവിൽ ഭക്ഷണം കൊടുക്കുക, ന്യൂട്രീഷൻ ഫിക്സ് ചെയ്തിട്ട് ഭക്ഷണം കൊടുക്കുക, കൃത്യമായി ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുക, അങ്ങനെ സകലതിനെയും ഓർഡറിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ ആയുസ് കൂടുന്നുണ്ട്. മനുഷ്യന് ഈ ആയുസ് കൂടിയതും ആരോഗ്യമൊക്കെ കൂടിയത് മനുഷ്യന് ഓർഡറിലേക്ക് വന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ആൻറ്റി നാച്ചുറലായിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്നവരാ, ബിസിനസ് ചെയ്ത് ജീവിക്കുന്നവരാ, ഇത് ആൻറ്റി നാച്ചുറൽ അല്ലേ? നമ്മൾ അങ്ങനെ ജീവിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നമുക്ക് പക്ഷേ ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിച്ചേ പറ്റൂ. നമ്മളിങ്ങനെ പണത്തിന് വേണ്ടി ഓടേണ്ടവരാണോ? പക്ഷെ നമ്മൾ പണത്തിന് വേണ്ടി ഓടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പറയാൻ ഭയങ്കര രസാലേ, ജീവിതം പണത്തിൻ്റെ പിന്നാലെ ആകരുത്, എന്നാൽ പിന്നെ വല്ലവരും പിന്നാലെ പോകാം, നമുക്ക് പണത്തിൻ്റെ പിന്നാലെ പോകണ്ട. എന്നിട്ട് എന്താവും അവസ്ഥ നോക്കാം. എന്തിനെങ്കിലും പിന്നാലെ പോയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കുക? അപ്പോൾ അതാ കണ്ടവരുടെ പിന്നാലെ പോകുന്നതിനേക്കാൾ നല്ലത് ജോലി എന്തെങ്കിലും ചെയ്തിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഇല്ലാതെ ആവുന്ന കാലത്ത്, വയ്യാതെ ആവുന്ന കാലത്ത് ജീവിക്കാനുള്ള ഭാഗ്യമെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഉപദേശിക്കാൻ ഭയങ്കര രസം കേട്ടോ. എനിക്കും അറിയാം ഇതൊക്കെ ഉപദേശിക്കാം, പക്ഷേ ഞാൻ ചെയ്യാറില്ല. കാരണം അത് മനുഷ്യനെ വഴിതെറ്റിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മളെ നാച്ചുറലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരോട് വളരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നമ്മൾ ലൈഫിനെ ഓർഡർ ആക്കുക എന്ന് പറഞ്ഞാൽ അത് ലിറ്റിൽ ബിറ്റ് ആൻറ്റി നാച്ചുറലും കൂടെയാണ്. അത് ആവശ്യമാണ് നമുക്ക്. ഏതൊക്കെ തലങ്ങളിൽ ബേസിക്കലി ഒരു മനുഷ്യൻ ഒരു ഓർഡർ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഈ ശാരീരികവും മാനസികമായ ഡിസോർഡറുകളുടെ പോസിബിലിറ്റീസ് കുറയ്ക്കാം. ഇത് പറഞ്ഞു തരുന്നതിന് മുൻപ് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഈ മഹാഭാരതം പോലെയുള്ള കഥകളിലൊക്കെ ചക്രവ്യൂഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതൊരു യുദ്ധമുറയാണ് ചക്രവ്യൂഹം. എതിരാളികളെ തോൽപ്പിക്കുവാൻ പറ്റുന്ന ഏറ്റവും നന്നായിട്ടുള്ളൊരു സൈന്യ വിന്യാസ രൂപമാണ് ചക്രവ്യൂഹം. ഉള്ളിൻ്റെ ഉള്ളിൽ ചക്ര ആകൃതിയിൽ റൗണ്ടിൽ പോരാളികൾ ഇങ്ങനെ നിൽക്കും. അത് ഉള്ളിൽ നിൽക്കുന്നത് ആനപ്പട, അതിൻ്റെ പുറത്ത് കുതിരപ്പട, അതിൻ്റെ പുറത്ത് കാലാൾപ്പട, ഇങ്ങനെയൊക്കെ ഓരോ നിയമങ്ങളുണ്ട്. ഈ ചക്രവ്യൂഹം എന്ന വ്യൂഹം ഉണ്ടാക്കി യുദ്ധം ഒരു സൈഡിൽ നടക്കുകയാണെങ്കിൽ മറ്റേ സൈന്യം ആ വ്യൂഹത്തെ ഭേദിക്കുവാൻ കൃത്യമായി മറ്റൊരു വ്യൂഹം ഉണ്ടാക്കണം. അത് ഏത് വ്യൂഹം ഉണ്ടാക്കണം എന്നുള്ളതിനൊക്കെ ഓരോ റൂൾസ് ഉണ്ട്. ആ വ്യൂഹം ആ രീതിയിൽ വ്യൂഹം ചമച്ച് ആ രീതിയിൽ യോദ്ധാക്കൾ പോരാടിയാൽ മാത്രമേ അതിന് ജയിക്കാൻ പറ്റൂ. ഇതൊന്നും അറിയാത്ത ചില മണ്ടന്മാർ ചക്രവ്യൂഹത്തിൻ്റെ അകത്തൊക്കെ പോയിട്ട് മരിച്ചു പോയിട്ടുണ്ട്. ആ സിസ്റ്റം ഇങ്ങനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ ആ മെത്തേഡിലല്ലാതെ അതിൻ്റെ അകത്ത് പോയിട്ട് എന്ത് വീരശൂര പരാക്രമമായിട്ടും കാര്യമില്ല, മരിച്ചു. അതാണല്ലോ ആ സിസ്റ്റം. ആ സിസ്റ്റം വർക്ക് ചെയ്യും. അപ്പോൾ ഈ സൈഡിലുള്ള പോരാളികളിൽ ഒരു യോദ്ധാവിന് ഭയങ്കര പെട്ടെന്ന് അങ്ങോട്ട് മോട്ടിവേഷൻ കിട്ടിയിട്ട് ഞാൻ പോയി ഇവരൊക്കെ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ, ദ്രുപദൻ എന്ന് പറയുന്ന രാജാവ് ചക്രവ്യൂഹം ചമച്ച സമയത്ത് കൗരവരെ കയ്യിൽ അങ്ങനെ പോയി പെട്ടത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വാളും പരിചയമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഇങ്ങനെ ഓരോ ഭാഗം തുറന്ന് തരും ഈ ചക്രവ്യൂഹം. അപ്പോൾ തുറന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ നടുവിലായിരിക്കും രാജാവ് നിൽക്കുന്നുണ്ടാവുക. നേരെ ഇത് കൂടെ കയറി ചെന്നിട്ട് പുള്ളി തട്ടിക്കളയാ വിചാരിച്ചിട്ട് ഇങ്ങനെ പോകും. പക്ഷേ ഈ തുറന്നു തരും. തിരിച്ചെങ്ങാൻ ഇപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ തുറന്നു തരില്ല, അടച്ചളയും. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്യേണ്ട ഒരു മെത്തേഡുണ്ട്. ചക്രവ്യൂഹം ബ്രേക്ക് ചെയ്ത് നടുവിലേക്ക് എത്തേണ്ട ഒരു മെത്തേഡുണ്ട്. ആ ഓരോ ലെയറുകളായി പൊളിച്ച് അകത്ത് പോകാനുള്ള ഒരു മെത്തേഡ്. അവർക്ക് വ്യൂഹത്തിന് ആൾ തികയാതെ ആക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ കുറേ സിസ്റ്റംസ് ഉണ്ട്. ഇതൊന്നും അറിയാതെ കൈക്കരുത്തും കൊണ്ട് അതിലേക്ക് അങ്ങോട്ട് കടന്നിട്ട് പോരാടിയിട്ട് നടുവിലെത്തി മറ്റേയാളെ ശരിയാക്കാമെന്ന് വിചാരിച്ചാൽ പോരാടി തളരും. അതാണ് ചക്രവ്യൂഹത്തിൻ്റെ മെത്തേഡ്. ഈ പോരാടുന്ന ആൾ സിംഗിളായിരിക്കും, പക്ഷെ ഇയാളോട് പോരാടാൻ പുതിയ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും, ആൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താവും, ഇയാൾ ടയർഡാവും. കുറച്ച് കഴിയുമ്പോൾ ടയർഡായി കഴിഞ്ഞാൽ പിന്നെ അയാളെ കൊല്ലാൻ എളുപ്പമല്ലേ. അപ്പോൾ അതാ പറയുന്നത്, ഒരു സിസ്റ്റത്തെ എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് പഠിക്കാതെ ആവേശം കൊണ്ടൊന്നും ചാടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതേപോലെയാണ് നമ്മുടെ ലൈഫിലെ ഓർഡർ ഡിസോർഡർ സിസ്റ്റം. നമ്മൾ ഡിസോർഡർ ആക്കുവാൻ ഒരുപാട് ചക്രവ്യൂഹങ്ങളുണ്ട്. നമ്മളെ ഡിസോർഡർ ആക്കുന്ന പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
നമ്മളിതിനെ ഓർഡർ ആക്കുന്ന പോരാളിയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒരു മനുഷ്യന് ഡയറക്റ്റ് ഇടപെടാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. നമുക്ക് ഡയറക്റ്റ് കയറി ഇടപെടാൻ പറ്റാത്ത കാര്യങ്ങൾ, നമുക്ക് ഡയറക്റ്റ് കയറി ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നമ്മളിലെ കാര്യം പറയുന്നു കേട്ടോ. നമ്മൾ എന്ന ഈ ഒരു അകത്തും പുറത്തുമായി നമുക്ക് ഡയറക്റ്റ് ഇടപെടാവുന്നതും ഡയറക്റ്റ് ഇടപെടാനാകാത്തതുമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഇടപെടാനാകുന്ന കാര്യങ്ങളിൽ ഓർഡർ കൊണ്ടുവരിക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അത് ഒരു പരിധിവരെ ഇടപെടാനാകാത്ത കാര്യങ്ങളിൽ ഓർഡർ ഉണ്ടാക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ചിന്തകളെ നിയന്ത്രിക്കുക, ഇത് അത്ര ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ല. ചിന്തകൾ എന്നുള്ളത് ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സായിട്ടാണ് നടക്കുക. നോർമലി ഞാൻ എപ്പോഴും പറയാറുണ്ട് വാക്കിൽ, ചിന്തകൾ ഒരു ഔട്ട്പുട്ടാണ്. നമ്മൾ എപ്പോഴൊക്കെയോ കൊടുത്ത ഇൻപുട്ട് പൊടിഞ്ഞു വരുന്നതാണ്, ഔട്ട്പുട്ടായി വരുന്നതാണ് ചിന്തകൾ. നമ്മൾ കുറേ മാസങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് അതിൽ ഇട്ട് കൊടുത്ത മുളക് ഇപ്പം മുളക് പൊടിയായി വരുന്ന പോലെയാണത്. ചിന്തകൾ ഒരു ഔട്ട്പുട്ടാണ്, അതിനെ കയറി കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ബട്ട് ചിന്തകൾ ഉണ്ടാകുന്നതിന് മെയിൻ റീസൺ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന ഇൻഫർമേഷൻ ആണെന്നും, ഇൻഫർമേഷനുകളുടെ മേലെ കൺട്രോൾ വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മുടെ ചിന്തകൾ കൺട്രോൾഡ് ആവും എന്നുള്ളൊരു സത്യം. അപ്പോൾ നമുക്ക് ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. ബട്ട് ഇൻഫർമേഷൻ അകത്ത് കയറ്റുന്നതിനെ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്. ഡിസോർഡർ റൂളുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ഓർഡറിൻ്റെ റൂളുകൾ മനസ്സിലാക്കുമ്പോൾ, ഇപ്പോൾ ചിന്തകളെ നിയന്ത്രിക്കുക എന്നൊക്കെ പറഞ്ഞ് നേരിട്ട് കയറി ഇടപെടുകയല്ല വേണ്ടത്. ഈ ചിന്ത എന്ന് പറയുന്ന ഒറ്റ കാര്യത്തെ അവിടെ വെച്ചോളൂ. നിങ്ങൾക്ക് ചിന്തകൾ നിയന്ത്രണത്തിലാവണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ചിന്തകൾ കാം ആൻഡ് കൂൾ, സോഫ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന, വളരെ നല്ല സൂത്തിങ് ആയിട്ടുള്ളൊരു മൈൻഡ് ഫീൽ ചെയ്യണം നിങ്ങൾക്കെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു 3 മാസത്തിന് ശേഷം നിങ്ങളത് അനുഭവിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ നിങ്ങൾ ഇപ്പം മുതൽ ചിന്തകളെ നിയന്ത്രിക്കാൻ പോവുകയേ വേണ്ട, പക്ഷെ വേറെ കുറേ കാര്യങ്ങൾ നിയന്ത്രിക്കണം. അങ്ങനെയാണെങ്കിൽ ചിന്തകൾ ഓട്ടോമാറ്റിക്കലി നിയന്ത്രണത്തിലാവുന്നത് കാണാം. അവിടെയാണ് ഓർഡർ ഡിസോർഡർ റൂളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്.